നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനുവരിയിൽ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയപ്പോൾ മുതൽ എല്ലാവരും ഏറെ ആകാംക്ഷയോടുകൂടിയായിരുന്നു എന്തായിരിക്കും ട്രംപ് എടുക്കാൻ പോകുന്ന നീക്കങ്ങളും നടപടികളും എന്നുള്ളത് എല്ലാവരും നോക്കിക്കണ്ടിരുന്നത്. അതിനനുസരിച്ചിട്ട് തന്നെ പല വിവാദപരമായിട്ടുള്ള നീക്കങ്ങളും ട്രംപ് നടത്തുകയും സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ട്രംപിന്റെ നടപടി പല രാജ്യങ്ങൾക്കും ഇപ്പോൾ അത് വലിയൊരു തലവേദന തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരികൊളുത്തിവിട്ട വ്യാപാര യുദ്ധം പല വാതിലുകൾ കടന്ന് ഒടുക്കം ട്രംപിന് നേർക്ക് തന്നെ തിരിച്ചെത്തിയത് ലോകം കണ്ടു കഴിഞ്ഞു. ആ യാത്രക്കിടെ പരിക്കേറ്റവരും പിടിച്ചു നിന്നവരും തഴച്ചു വളർന്നവരും ഒക്കെയുണ്ട്. എല്ലാം തുടങ്ങി വയ്ക്കുമ്പോൾ സത്യത്തിൽ ട്രംപ് പോലും സംഭവിക്കാനിടയില്ല അത്തരം തിരിച്ചടികളെ പറ്റി ഓർത്തു കാണാനിടയില്ല. ആഗോളവൽക്കരണം എന്ന ആശയം തന്നെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അമേരിക്കയാണ്. തങ്ങളുടെ വിപണിയുടെ വളർച്ച ഏതാണ്ട് പാരമ്യത്തിലെത്തിയെന്ന് ബോധ്യമായതോടെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വിപണി വിപുലീകരിക്കാനുള്ള തന്ത്രമാണ് ആഗോളവൽക്കരണത്തിലൂടെ അമേരിക്ക നാളിതുവരെ നടപ്പിലാക്കി വന്നത്. എന്നാൽ താമസിയാതെ ചൈന പോലുള്ള മറ്റു പല രാജ്യങ്ങളും കൂടി ആഗോളവൽക്കരണത്തിന്റെ ഗുണഭോക്താക്കളായി മാറി. അത് അത്ര ബോധിക്കാതെ വന്നതോടെയാണ് തന്റെ രാജ്യത്തെ പഴയ പ്രതാപ വഴിയിലേക്ക് തിരിച്ചു നടത്താൻ എന്നോണം ഈ വ്യാപാര യുദ്ധം അമേരിക്ക തുടങ്ങി വെക്കുന്നത്. WTO, GATT തുടങ്ങിയ വഴി അമേരിക്ക തന്നെ വ്യാപാര രംഗത്ത് സൃഷ്ടിച്ച ലോകക്രമമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു നടത്താൻ ട്രംപ് ശ്രമിച്ചതും. ഇപ്പോഴിതാ വീണ്ടും കടുത്ത തീരുമാനമായി അമേരിക്കൻ പ്രസിഡന്റ് രംഗത്ത് വരികയാണ്. അതായത് അമേരിക്കയിലേക്ക് 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആ 12 രാജ്യങ്ങൾ ഇതൊക്കെയാണ്: അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ചാഡ്, കോങ്കോ, എക്വറ്റോറിയൻ ഗിനി, ഹെയ്ത്തി, എറിട്രിയ, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് അമേരിക്കയിലേക്ക് യാത്ര നിരോധിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരുമെന്നാണ് അമേരിക്കൻ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ക്യൂബ അടക്കം 7 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഭാഗിക വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് ഈ നടപടിയെന്നാണ് ട്രംപിന്റെ വിശദീകരണം. 2017 ട്രംപ് പ്രസിഡന്റായിരുന്ന സമയത്തും സമാനമായ രീതിയിൽ രാജ്യങ്ങൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അവസരങ്ങൾ ഉണ്ടായിട്ടും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടെ സ്വാധീനിച്ചിട്ടും വിദേശ വിദ്യാർത്ഥികളെയും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെയും പുറത്താക്കി പരമാധികാരം കാണിക്കുകയാണ് ട്രംപ്. ഇതിന്റെ പുതിയ വേർഷനാണ് ഈ തീരുമാനം. ട്രംപിന്റെ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളും ബില്ലുകളും അവതരിപ്പിക്കൽ ഇപ്പോഴും തുടരുന്നു എന്നതാണ് വസ്തുത. മെയ് അവസാനത്തിലും പുതിയ ബില്ലിന് പിന്നാലെയായിരുന്നു ട്രംപ്. ഇതിനിടെ ട്രംപിന്റെ ഉറ്റ സുഹൃത്ത് ഇലോൺ മസ്ക് പിണങ്ങിപ്പോയി. ഡോജിൽ നിന്ന് മസ്ക് രാജിവെക്കാൻ കാരണം ട്രംപിന്റെ പുതിയ ബില്ലിൽ എതിർപ്പുയർത്തിയതാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചിലവ് വർദ്ധിപ്പിക്കാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കാനും ലക്ഷ്യമാക്കി അവതരിപ്പിച്ച ബില്ലാണ് ഇപ്പോൾ മറ്റൊരു വിവാദ വിഷയം. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് ട്രംപ് വിശേഷിപ്പിച്ച നികുതി നിയമത്തിനെതിരെ ഇലോൺ മസ്ക് പരസ്യമായി രംഗത്തെത്തി. ട്രംപിന്റെ പുതിയ ബിൽ വെറുപ്പുളവാക്കുന്ന മ്ലേച്ഛതയാണെന്നാണ് മസ്ക് വിമർശിച്ചത്. US രാഷ്ട്രീയ പ്രണയത്തിന്റെ താരജോഡികളായിരുന്ന 2 സുഹൃത്തുക്കൾക്കിടയിൽ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു. അനധികൃത കുടിയേറ്റക്കാരാണെന്ന് ആരോപിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ജനങ്ങളെ പുറത്താക്കിയാണ് ട്രംപ് തന്റെ ഭരണ പരിഷ്കാരങ്ങൾ ആരംഭിച്ചത്. ഇതിന് പിന്നാലെ വിദ്യാർത്ഥികൾക്കെതിരെ ട്രംപ് തിരിഞ്ഞു. ഇതോടെ തന്നെ ചില രാജ്യങ്ങളെ അപ്പാടെ ട്രംപ് വിലക്കുമെന്ന പ്രതീതി വന്നിരുന്നു. ട്രംപ് അധികാരത്തിലേറിയതിന് പിന്നാലെ നടപ്പിലാക്കി തുടങ്ങിയ ജനദ്രോഹ നടപടികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടരുമ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധിയിലാകുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് വിദേശ വിദ്യാർത്ഥികൾ. വിവിധ രാജ്യങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളാണ് പഠനത്തിനായി US എത്തിയിട്ടുള്ളത്. സാമ്പത്തികമായ അടക്കം ഏറെ ചിലവുള്ളതാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പഠനത്തിനായി എത്തുന്നതെന്നിരിക്കെ വിസ റദ്ദാക്കുന്നതും നൽകാതിരിക്കുന്നതും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി വിരുദ്ധ നടപടികളിലൂടെ ട്രംപ് ഇല്ലാതെയാക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. കുടിയേറ്റക്കാർക്കും വിദേശ പൗരന്മാർക്കും എതിരായ ട്രംപിന്റെ നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ മാർച്ച് മുതൽ 4700-ലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ US പഠിക്കാനുള്ള അനുമതിയാണ് റദ്ദാക്കിയത്. യാതൊരു അറിയിപ്പോ വിശദീകരണമോ കൂടാതെയാണ് വിസ റദ്ദാക്കിയത്. ഇതോടെ മറ്റൊരു രാജ്യത്തേക്ക് നാട് കടത്തിയാലോ എന്ന് ഭയന്ന് നിരവധി വിദ്യാർത്ഥികളാണ് US വിട്ടത്. ഹാർവർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനും ട്രംപ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ട്രംപ് മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും സർവകലാശാല തള്ളിയതിന്റെ പ്രതികാരമായിരുന്നു നടപടി. നേരത്തെ സർവകലാശാലയ്ക്കുള്ള ചില സാമ്പത്തിക സഹായങ്ങളും ഫണ്ടുകളും ട്രംപ് മരവിപ്പിച്ചിരുന്നു.
ഇതിനു പുറമെയാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ക്യാമ്പസുകളിൽ പ്രതിഷേധം അലയടിച്ചതോടെയായിരുന്നു ട്രംപ് സർവകലാശാലകൾക്ക് നേരെ തിരിഞ്ഞത്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന നിലപാട് സ്വീകരിക്കില്ലെന്ന് ഹാർവർഡ് വ്യക്തമാക്കിയതോടെയാണ് ട്രംപ് സർക്കാർ ഹാർവർഡിനെതിരെ തിരിഞ്ഞത്. ഹാർവർഡിനുള്ള $230 കോടി ധനസഹായം ട്രംപ് സർക്കാർ മരവിപ്പിക്കുകയും ചെയ്തു. അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ വർഷം അമേരിക്കൻ സർവകലാശാലകളിൽ 3,30,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ചേർന്നത്. എന്നാൽ ഈ വർഷം സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. കഴിഞ്ഞ ആഴ്ച ലോകമെമ്പാടുമുള്ള എല്ലാ US എംബസികളും എല്ലാ വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങളും അനിശ്ചിതമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നു. ഇതോടെ വിദ്യാർത്ഥികൾ UK-യിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ചേക്കേറാൻ ആരംഭിച്ചു. 2025-ൽ US-ലേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ 28% കുറവുണ്ടാകുമെന്ന് ദി ഹിന്ദു റിപ്പോർട്ടിൽ പറയുന്നു. റഷ്യൻ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ശക്തമായി പ്രതികരിക്കാൻ റഷ്യ ഒരുങ്ങുകയാണെന്നും ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ച ശേഷമായിരുന്നു ട്രംപിന്റെ വെളിപ്പെടുത്തൽ. 1.5 മണിക്കൂറാണ് ഇരു നേതാക്കളും സംസാരിച്ചത്. റഷ്യക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം എന്നിവയായിരുന്നു ചർച്ചാ വിഷയം. ഈ ചർച്ചയിലാണ് പുടിൻ ട്രംപിനോട് യുക്രൈന്റെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. ജൂൺ 1-നാണ് റഷ്യയെയും പുടിനെയും ഞെട്ടിച്ചുകൊണ്ട് യുക്രൈൻ റഷ്യൻ വ്യോമതാവളങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബിന്റെ ഭാഗമായി റഷ്യയുടെ 40 യുദ്ധവിമാനങ്ങൾ തകർത്തതായാണ് യുക്രൈൻ അവകാശപ്പെട്ടത്. മുർമാൻസ്ക്, ഇർകുട്സ്ക്, ഇവാനോവോ, റിയാസൻ, അമൂർ എന്നീ മേഖലകളിലെ സൈനിക വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈൻ വ്യോമാക്രമണം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. മർമാൻസ്കിലും ഇർകുട്സിലും ഒക്കെ ഒഴികെ മറ്റ് വ്യോമതാവളങ്ങളിലെ വ്യോമാക്രമണം റഷ്യ പ്രതിരോധിച്ചെന്നും ഡ്രോൺ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ട്രക്ക് ഡ്രൈവറെ ചോദ്യം ചെയ്യാമെന്നും റഷ്യ അറിയിച്ചിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു യുക്രൈൻ ആക്രമണം നടത്തിയത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ തടികൊണ്ട് നിർമ്മിച്ച ഷെഡുകൾക്കുള്ളിലാണ് ഒളിപ്പിച്ചു വെച്ചത്. ട്രക്കുകളിൽ അവ റഷ്യൻ വ്യോമതാവളങ്ങളുടെ സമീപം കൊണ്ടുപോയി. തുടർന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും ഇപ്പോൾ അമേരിക്ക അടക്കം കടുത്ത നയങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് മേൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലായിരുന്നു ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിർത്തുമെന്ന് പറഞ്ഞിരുന്ന യുദ്ധം അത് ഏറ്റവും അതിന്റെ രൂക്ഷമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.